ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നേ. ഇന്നും ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ്. ആദ്യം ഫാബിൽ വന്നു, ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. പിന്നെ നമ്മുടെ സെൻറ്റ് തോമസ് റോഡിൽ തന്നെയുള്ള ഈ ഒരു ചെരുപ്പ് കടയിലേക്ക് വന്നു. ഞങ്ങൾക്കൊരു ചെരുപ്പ് വേണമായിരുന്നു. ഈ ഒരു മോഡലിൽ വെള്ളത്തിലും കരയിലും ഒക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു മോഡലാണ് ഞങ്ങൾ തപ്പി വന്നത്. പക്ഷേ സൈസ് ഒത്തില്ല. എന്നാലും ഇവിടുത്തെ പല വെറൈറ്റി ഷൂകളും ജൂട്ടിൻ്റെ ചപ്പൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ണിനെ കടാൽ ആകർഷിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ടും നമുക്ക് ഇത്ര ഒരു പാർട്ടി വെയർ ഐറ്റം വേണ്ടാത്തത് കൊണ്ടും ഞങ്ങൾ ബാക്കി സിമ്പിൾ ചെരുപ്പുകളൊക്കെ നോക്കിയായിരുന്നു. എന്താ ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ കളറ് സൈസില്ല, അല്ലെങ്കിൽ സൈസ് ഉള്ളത് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ മെറ്റീരിയലല്ല. അങ്ങനെയൊരു കോൺഫ്ലിക്റ്റ് വന്നതുകൊണ്ട് ബാക്കി ചപ്പൽസൊക്കെ നോക്കി നിർവൃതി അടഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഇറങ്ങുന്നതിന് മുന്നേ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഇവിടെയുള്ള വെറൈറ്റികളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഇവിടെ പാലടയും ബോളിയും കഴിക്കാൻ വന്നേ, സുരേഷ് അമ്പിസ്വാമിയുടെ കട. അങ്ങനെ പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ബോളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ബോളി വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബോളിയും കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ച് അവിടെ നിന്ന് പോകും. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വെള്ളയപ്പങ്ങാടിയുടെ ഉള്ളിൽ കൂടെ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോയി. ഇവിടെ ഇഷ്ടംപോലെ ചെരുപ്പ് കടയൊക്കെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഈ ഒരു ചെരുപ്പും ഈ ഒരു കുടയും ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഫിജിക്ക് പോയി. ഋതുവിൻ്റെ ബർത്ത്ഡേക്കുള്ള പർച്ചേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ബലൂൺസും വാങ്ങി. പിന്നെ ഫിജി നമ്മുടെ പണ്ടേ വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഇവിടുത്തെ പുതിയ വെറൈറ്റികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഋതു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഋതുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വെച്ച് ഡോൾ ഹൗസിലും കയറി. പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോള്, പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പർച്ചേസ്. മൊത്തം ഷുഗറിൻ്റെ പ്രൊഡക്റ്റാണേ. പിന്നെ എനിക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെയും ആർട്ടിൻ്റെയും ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ക്രോഷയും അമിഗുരുമിയൊക്കെ ആണല്ലോ ട്രെൻഡ്. അപ്പം ഞാനും ഒന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ പൈപ്പ് ക്ലീനറും ഫ്ലവർ ബൊക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറച്ച് കാർഡുകൾ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കാർഡുകളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം മുന്നത്തെ ആനിവേഴ്സറിക്ക് കാർഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗത്തുള്ള എല്ലാ കടകളും തപ്പിയിട്ടും എനിക്ക് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കാർഡ് കണ്ടപ്പോൾ മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചു, ഈ കൊല്ലത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറച്ച് വെറൈറ്റി ക്യൂട്ട് കാർഡ്സ് കണ്ടപ്പോൾ ഞാനതും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ എഴുതിയിട്ട് നമുക്ക് തന്നെ എടുത്ത് വെക്കാമല്ലോ. നമുക്ക് നമ്മളോട് തന്നെ താങ്ക് യു പറയാമല്ലോ. അങ്ങനെ അതിനുശേഷം ഋതുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണേ. ഈ സിൽവറിൻ്റെ ബട്ടർഫ്ലൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുറത്തെ കടകളിലേലും അതുപോലെ ഓൺലൈനിനേക്കാളും റേറ്റ് കുറവാണ് ഫിജിൽ. പിന്നെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ് വാങ്ങിച്ചത്. 30 പീസിൻ്റെ സെറ്റ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചു. എന്തിനാന്ന് വെച്ചാൽ കണ്ടപ്പോൾ ഒരു രസം തോന്നി, അപ്പോൾ വാങ്ങി. അങ്ങനെയാണേ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗ് തീർന്നിരിക്കും.